ഇതാണ് നമ്മളെ പോയിന്റ്. ഇതിൽ നിങ്ങൾക്ക് പഠിച്ചോന് നല്ല വെള്ളം തരും കേട്ടോ. നിങ്ങളിപ്പോ ഇവിടെ എത്ര കിണറാ കുത്തിയതായിരിക്കും? രണ്ട് ബോർവെല്ല് ഇതിൽ തന്നെ കുത്തിയിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം അപ്പുറത്ത് കുത്തിയിട്ടുണ്ട്. 3 ബോർവെല്ലുണ്ട്. 3 ബോർവെല്ല് ഇതിലുണ്ട്. ഒന്നിലും വെള്ളമില്ല. പിന്നെ അവിടെ താഴത്ത് വേറെ വെള്ളമില്ല. വെള്ളം കമ്മി അല്ലേ? പിന്നെ 6-7 ബോർവെല്ലിൽ ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ സാധാ കിണർ അവിടെ കുത്തിയിട്ട് അതിലും വെള്ളമില്ല. അതാണ് ഇപ്പൊ ലാസ്റ്റ് കുത്തിയത്. ഇത് ചങ്കാള്. ഇതിപ്പോ നമ്മളെ ലാസ്റ്റ് കുത്തിയതാണിത്. ഇതിലും വെള്ളമില്ല. അത് 450 അടിച്ച്. ഇത് മെഷീൻ 450 അടി മെഷീനെ വെച്ചിട്ടാണ് അത് ഐഡന്റിഫൈ ചെയ്തത്. മെഷീൻ കുറച്ച് തെറ്റിപ്പോയി. ജിയോളജി ചെയ്തത് തെറ്റിപ്പോയതാണ്. മെഷീന് അതുവരെ എത്താൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ അതിനെ തൊട്ട് ചാരിയിട്ടാണ് നമ്മള് ഇവിടെ പോയിന്റ് നമ്മൾ തന്നിട്ടുള്ളത്. ഇത് നമ്മളെ പോയിന്റ് ആണ്. ഇതാണ് ഈ കല്ല് വെച്ചതാണ് പോയിന്റ്. നിസാമേ, ഇതാണ് നമ്മളെ പോയിന്റ്. ഈ കല്ല് വെച്ചത് ഇവിടെ നമ്മള് സുന്ദരമായ ഒരു വട്ടക്കിണറാണ് കുത്താൻ പോകുന്നത്. നമ്മളെ അതും കിണറ് ബോർവെല്ലില് കിട്ടാത്തത് ഇവിടെ കിണറാണ് ഇവര് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ അതിന്റെ ഡിഫറൻസ് അത് നോക്കിക്കളാ. ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ ഇല്ല. കാരണം ഇതിലാണ് കരു പോണത്. ഇതിലാണ് കരു പോണത്. ഇങ്ങനെയാണ് കരു പോണത് കേട്ടോ. ഈ ഒരു ചെറിയ മാറ്റത്തിലുള്ള ഇതിലാണ് നമ്മൾ പോയിന്റ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ വെള്ളം ഉണ്ട്. ഈ വടിന്റെ ലെവലില് വെള്ളം ഉണ്ട്. ഒരു 80 സെന്റ് ഇങ്ങനെയാണ് നമ്മളെ കരു ട്ടോ. ആ വീട്ടിക്ക് അങ്ങോട്ട് പോകും ഒരു കരു. പിന്നെ ആ ബോർവെല്ലും കുറച്ച് തെറ്റിയിട്ട് ചിലപ്പോ കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലേ? അവിടെ ബോർവെല്ലല്ല ഈ വെള്ളം. ബോർവെല്ല് മേൽവെള്ളം ഇങ്ങനെ ഒന്ന് ഇങ്ങനെ പോന്നിട്ടാ ഇവിടുന്ന്. ഇവിടെ ഇപ്പൊ നമ്മളെ ഈ പോയിന്റ് എത്തിയിട്ടുള്ള ഇതുണ്ടല്ലോ, അഥവാ ഈ പോയിന്റ് ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നല്ലൊരു പോയിന്റാണ്. ഒരു ചോദ്യം, എനിക്കൊരു സംശയം. ഇവിടെ ഒരു കണക്ഷൻ ഞാൻ പറഞ്ഞിട്ടെ, ആ ബോർവെല്ല് എല്ലാം ഇതിന്റെ അടുത്താണ് കാണിക്കുന്നത്. അപ്പൊ മെഷീന് കാണിക്കുന്നത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലെവലിലാണ് നടത്തുന്നത് അല്ലേ? കാരണം അടുത്ത് തന്നെയാണ്, പക്ഷെ ആ കൃത്യമായിട്ടുള്ള പോയിന്റ് വരുന്നില്ല. ബോർവെൽ അടുത്തത് കിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്. അവര് ഇത് ബോർവെല്ലിന് വേണ്ടിയിട്ടാണല്ലോ മെഷീൻ കാണിച്ചത് അല്ലേ? അപ്പൊ മുസ്തഫ പറഞ്ഞത് അത് മുകളിലത്തെ ലെയറാണ്, വെള്ളം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഈ മെഷീൻ കണ്ടുപിടിച്ച ബോർവെല്ല് ഇതിന്റെ അടുത്താണ്. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ വെള്ളത്തിന്റെ ഒരു സാന്നിധ്യം അത് കാണിച്ചില്ല. മുകളിലെ കാണിച്ചിട്ടില്ല, അടിയത്തെ കാണിച്ചിട്ടുള്ളൂ. അടിയിൽ കാണിച്ചിട്ട് കിട്ടിയതുമില്ല. ഇല്ല. ഇപ്പൊ നിങ്ങൾ ഈ വടി കാണുന്ന ഈ ഭാഗത്തു നിന്നൊക്കെ നിങ്ങൾ ഈ കിണറ്റിക്ക് വെള്ളം ഉണ്ടാവും. പണി കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾ പറയും, നിങ്ങൾ ആ പറഞ്ഞ അവിടുന്ന് വന്നു ഇവിടുന്ന് വന്നു എന്നൊക്കെ പറയും കേട്ടോ. ഇങ്ങനെയാണ് ഇപ്പൊ ഇതിന്റെ കരു പോകുന്നത്. എങ്ങനെ ഇതാണ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ ഉറവകളെല്ലാം ഒത്തുകൂടുന്ന സ്ഥലമാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ അതങ്ങനെ കിടന്നിട്ട് അങ്ങോട്ട് പോകും. കൂടുതൽ വെള്ളം ആയിക്കൂടെ പോകും. അപ്പോൾ ഇതിങ്ങനെ പോയി കഴിഞ്ഞ് ഇങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ സാധനം ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ചെറിയ ഇളക്കം. ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കണ്ടത് ആ കൂടും. ഞങ്ങൾ കേട്ടിട്ട് വരും കേട്ടോ. ഞാൻ കുടിക്കണത് പോകുന്നുണ്ട്. അപ്പൊ ഇതില് കളച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചങ്കാൾക്കൾ കാണിച്ചു കൊടുക്കാം. അടിപൊളിയായിട്ട് ചെയ്യും. ലൈസാമേ, നമ്മളെ ലാജു ഹമീദ് ഭായിന്റെ നാട്ടകത്തിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. എടപ്പാള് പന്നിത്തടല്ലേ? ചങ്കിന്റെ 3ാമത്തെ പോയിന്റ് നമ്മളിവിടെ ചെയ്യാൻ പോവാണ്. ഈ പരിസരത്തുള്ള ഒരു 6 എണ്ണം ഉണ്ട്. അഥവാ ഈ ഒരു 10-20 സെന്റിനുള്ളിൽ 6 എണ്ണം കളിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ നമ്മൾ കളിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ കാണിച്ചു തരുക. ഓക്കെ, അടിക്കുന്ന സമയം വെള്ളത്തിന് വെള്ളം തന്നെ വേണം. ഓപ്പണില് വെള്ളം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു ഭാഗ്യമാണ്. നിസാമ അടിക്കണ്ട്. അപ്പൊ നമ്മളെ ചങ്കാളല്ലേ
ബാഡ് കമന്റ് ഇടുന്ന ആളുകൾക്കും വേണ്ടി നമുക്ക് വീഡിയോ അല്ലേ ബാഡ് കമന്റ് അത് പിന്നെ ഉണ്ടാവുമല്ലോ അങ്ങനെ വിചാരിച്ചാൽ മതി. ബാഡ് കമന്റ് ഇടുന്ന ആളുകൾക്കും കൂടി ഞാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇൻഷാ അല്ലാഹ് കാണിച്ചു തരും. ഇതിൽ യാതൊരു ഇതുമില്ല, ഉണ്ടാക്കിയ ഒരു സാധനമല്ല. ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഇനി വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ അതും വരും. അത്ര തന്നെ. അത്ര തന്നെ. എന്താ പറഞ്ഞാൽ സൈഡ് ഫിനിഷിങ് കിട്ടുക. അതെ അതെ. ഇപ്പൊ മുസ്തഫ ഉണ്ടല്ലോ, അപ്പൊ പുഴുക്കുണ്ടെങ്കിൽ വെള്ളം വരുന്നെന്ന് പറഞ്ഞല്ലേ? അപ്പൊ പുഴുക്കം കൂടുതലാ ആണല്ലേ? ഓക്കെ. നമ്മുടെ മുസ്തഫാക്ക സ്ഥാനം കണ്ടതാണ് നമ്മൾ കഴിഞ്ഞു. ഇന്നത്തോടു കൂടി അത് അവസാനിക്കുകയാണ്. 15 കോല് നമ്മൾ കുഴിച്ചു. എല്ലാ ഭാഗത്തുനിന്നും വെള്ളം വരുന്ന അവസ്ഥയാണുള്ളത്. അൽഹംദുലില്ലാ. എല്ലാ ദിവസവും കാലത്ത് നമ്മളെടുത്ത് കളയാറുണ്ട് വെള്ളം. അപ്പോൾ അൽഹംദുലില്ലാ എല്ലാം ഭംഗിയായിട്ട് തന്നെ തീരുന്നു. ഇന്നിപ്പോൾ ഏറെക്കുറെ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലാണുള്ളത്. 15 കോല് പറഞ്ഞ അതേപോലെ തന്നെ 12 കഴിഞ്ഞപ്പോൾ വെള്ളം കണ്ട് 15 കോലായിട്ട് നമ്മൾ നിർത്തുകയാണ്.